രോക്ഷത്തോടെ ജ്വലിച്ചുകൊണ്ട് ബലവാനായ സിംഹത്തെപ്പോലെ കുരുവംശകേതു 100ഓളം വാജിമേധം വഹിച്ചവനായ ഭീഷ്മർ കൗരവരുടെ സൈന്യത്തെ നോക്കുന്നു. കൗരവ സൈന്യം ഈ യോഗ്യനെ സൂര്യകിരണത്തിനെ മേഘങ്ങൾ എന്ന വിധം മൂടി നിൽക്കുന്നത് കാണാം. അർജുന, നീ ഭീഷ്മരോട് പോരാടുക എന്ന് കൃഷ്ണൻ പറയുന്നു. യുദ്ധത്തിനടുത്ത ധൃതരാഷ്ട്രരുടെ പട കണ്ട്, അതായത് ധാർതരാഷ്ട്രന്റെ പട കണ്ട് അർജുനന്റെ ഹിതത്തിനായി കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു: മഹാബാഹോ, നീ ശുചിയായി പോരിനിറങ്ങുന്നതിന് മുൻപ് നേർക്കുനിന്ന് ശത്രുക്കളെ ജയിക്കുവാൻ വേണ്ടി ദുർഗാസ്തോത്രം ജപിക്കുക. ബുദ്ധിശാലിയായ കൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ അർജുനൻ തേർവിട്ടിറങ്ങി താഴെ നിന്ന് കൈകൂപ്പി ദേവിയെ സ്തുതിച്ചു. പാർത്ഥന്റെ ഭക്തി കണ്ട് മാനവവലസയായ ദേവി ഗോവിന്ദന്റെ ശിരസിനു മുകളിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഇപ്രകാരം പറഞ്ഞു: ഹേ ഭാരത, നീ അല്പകാലത്തിനുള്ളിൽ ശത്രുക്കളെ ജയിക്കും. നീ ദുർദർശനനായ നരൻ ആകുന്നു. നാരായണ സഹായത്തിലാകുന്നു നീ ഇപ്പോൾ ഉള്ളത്. നിന്നെ പോരിൽ ജയിക്കുവാൻ ദേവേന്ദ്രന് കൂടി സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വരദായിനിയായ ദേവി ക്ഷണത്തിൽ മറഞ്ഞു. ദേവിയുടെ വരം വാങ്ങി കൗന്ദയൻ തൻ്റെ ജയം ഉള്ളിൽ ദൃഢമായി ഉറപ്പിച്ചു. പിന്നെ അർജുനൻ ശ്രേഷ്ഠമായ തേരിൽ കയറി ഒറ്റത്തേരിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണാർജുനന്മാർ തങ്ങളുടെ ദിവ്യമായ ശംഖുകൾ വിളിച്ചു. അങ്ങനെ ധൃതരാഷ്ട്രരുടെ മക്കൾ മൗഢ്യം കൊണ്ട്, അതായത് അഹങ്കാരം കൊണ്ട് നരനാരായണന്മാരെ അറിയുന്നില്ല. അവർ എല്ലാവരും ദുരാത്മാക്കളും മൃത്യുവിൽ ആണ്ടവരും ആകുന്നു. കാലപാശമെടുക്കപ്പെട്ടവരാകുന്നു അവർ. കാലോചിതമായ വാക്കുകൾ പറഞ്ഞ് ദ്വൈപായനും നാരദനും കണ്വനും പരശുരാമനും ധൃതരാഷ്ട്ര രാജാവിൻ്റെ മക്കളെ തടുത്തു. അവർ അതൊന്നും കൈക്കൊണ്ടില്ല. ധർമ്മം, കാന്തി, ദ്രുതി, ഹ്രീ, ശ്രീ, മതി എന്നിങ്ങനെ ധർമ്മം എവിടെയുണ്ടോ അവിടെ കൃഷ്ണനുമുണ്ട്. കൃഷ്ണൻ എവിടെയുണ്ടോ അവിടെ ജയമുണ്ടാകുന്നു. അങ്ങനെ സാക്ഷാൽ ദുർഗാ ഭഗവതിയുടെ അനുഗ്രഹത്താൽ അർജുനൻ തൻ്റെ ജയത്തിനായി സമയം കാത്ത് നിൽക്കുന്നു.